ഞാൻ ആകെ അന്തം വിട്ടു പോയി. ലെബനീസ് മിലിറ്ററിയിൽ ഒരു സെക്കൻഡ് ഇൻ കമാൻഡർ ആയിട്ട് പോലുള്ള ഒരു റാങ്ക്ഡ് ഓഫീസറാണ്. ഈ ഓഫീസർ എൻ്റെ ഡ്രൈവറാണ്. ബാങ്കുകളില്ല, ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന സാധനമില്ല, കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഞാൻ ഹാർഡ് ക്യാഷാണ് കൊണ്ടുപോകുന്നത്. ഈ ഹാർഡ് ക്യാഷുമായിട്ടാണ് ഞാൻ ലെബനോണിൽ എത്തുന്നത്. അങ്ങനെ ഈ 1500 ലെബനീസ് പൗണ്ട് എന്നുള്ളത് പിന്നീട് 3000 5000 അങ്ങനെ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് $1 30,000 ലെബനീസ് പൗണ്ടാണ് ബ്ലാക്ക് മാർക്കറ്റിൽ. ഞാൻ ഒരു ചെറിയ റിസർച്ചൊക്കെ ചെയ്തിട്ട് ഒരു ലേഡി, ഒരു സ്ത്രീനെ ഞാൻ കണ്ടെത്തി അവിടെ എനിക്കൊന്ന് ഗൈഡ് ചെയ്യാനായിട്ട്, സ്ഥലങ്ങളിലേക്ക് പോകാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പിന്നീട് അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എൻ്റെ വണ്ടി ഓടിക്കുന്ന ആൾ എന്ന് പറയുന്നത് ലെബനീസ് മിലിറ്ററിയിൽ ഒരു സെക്കൻഡ് ഇൻ കമാൻഡർ ആയിട്ട് പോലത്തെ അത്രയും പൊസിഷനിലുള്ള ഒരു റാങ്ക്ഡ് ഓഫീസറാണ്. ഈ ഓഫീസർ എൻ്റെ ഡ്രൈവറാണ്. ഞാൻ ആകെ അന്തം വിട്ടു പോയി. ഞാൻ തുടർന്ന് സംസാരിച്ചു. അപ്പോഴാണ് ഈ കറൻസിയുടെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് ഒരു $3000 തുല്യമായിട്ടുള്ള ഒരു ശമ്പളമുള്ള വ്യക്തിയാണ്. ആ വരുന്നത് ഏത് കറൻസിയിലാണ്? അയാളുടെ ലെബനീസ് പൗണ്ടിലാണ് വരുന്നത്. ഇന്നും അയാൾക്ക് അത്ര തന്നെ ലെബനീസ് പൗണ്ടാണ് വരുന്നത്. പക്ഷേ ഇന്ന് അതിന് $150 മൂല്യമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ വൈദ്യുതി ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനേ അതുകൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ ഈ കമാൻഡർ ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായി മാറിയിരിക്കുന്നു.